ഇനി വേണ്ട, ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് ഒരു ഓർഡിനറി ബസ്സിന്റെ ആകട്ടെ 133 രൂപയാണ് ഇവിടുന്ന് ഒരാള് ഗുരുവായൂരിലേക്ക് ടിക്കറ്റ് എടുത്താൽ കൊടുക്കേണ്ടത്. കണ്ണനെ തൊഴുതു വരാൻ 266 രൂപ ഒരു കോഴിക്കോട്ടുകാരി KSRTCക്ക് കൊടുക്കേണ്ടി വരുന്നതിന്റെ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. സൗജന്യമായി പോയി കണ്ട് കണ്ണനെ അവർക്ക് തൊഴുതു വരാം. എന്ത് രസാലേ. ഷാഫി പറമ്പിലാണ് സംസാരിക്കുന്നത്. കണ്ണനെ തൊഴുതു വരാൻ രാഘവേട്ട എന്നാണ് അദ്ദേഹം തുടങ്ങിയത്. കണ്ണനെ തൊഴുതു വരാൻ മോമാലിക്ക എന്നെന്തുകൊണ്ടാ അദ്ദേഹം തുടങ്ങാഞ്ഞ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് രാഷ്ട്രീയം. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ചിലപ്പോൾ അത് ബോധ്യമായിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഷാഫി പറമ്പിൽ ആ ഒരു സംസാരത്തിനിടയ്ക്ക് കൃത്യമായിട്ടും ഗുരുവായൂരമ്പലം കൊണ്ടുവന്നേ എന്നുള്ളതാണ്. ഗുരുവായൂരിലേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ, ആ ഗുരുവായൂരിലേക്ക് പോകുന്ന ആളുകൾ മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇനി ഗുരുവായൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം മാത്രമാണ് അവിടെ ഉള്ളത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, വേറെ എത്രത്തോളം സംഗതികൾ അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഗുരുവായൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒരു വികാരമാണ്. ആ വികാരത്തിൽ പിടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനെന്ന് ഷാഫി പറമ്പിൽ വിചാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇന്നല്ല, പലയിടത്തും അറിഞ്ഞും അറിയാതെയും വളരെ വൃത്തിയായിട്ട് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഇദ്ദേഹം കുത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂരിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് രാഘവേട്ടനെ വിളിച്ചത് നന്നായി. മോമാലിയാക്കാനും മറ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമായി മാറിയനെ അല്ലേ? ഇതൊരു വലിയ പ്രശ്നമാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പ്രശ്നമൊന്നുമില്ലെന്നേ. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് വളരെ പതുക്കെ കാണണം. അർത്ഥം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. हमें सूचना मिली थी कि बाबा रामदेव जी मंदिर के सामने जो है कोई खाल गिरी हुई है। उसके बाद सूचना पे हम लोग यहाँ मौके पे पहुंचे, पुलिस स्टाफ मौके पहुंचा है, डिप्टी साहब भी मौके पे आए, अन्य अधिकारी प्रशासनिक अधिकारी मौके पे आए। സുഹൃത്തുക്കളെ, ഇത് നടക്കുന്നത് അങ്ങോട്ട് രാജസ്ഥാനിലാണ്. അവിടെ ബിച്ചേശ്വര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നമ്മുടെ ആടിന്റെ മാംസം കിട്ടി, തോലില്ലേ, തോലൊക്കെ കിട്ടിയത്, അതും ഈ അമ്പലത്തിന്റെ തൊട്ട് പുറത്ത് അതിന്റെ ചുറ്റുമതിലിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു മാംസത്തിന്റെ തോല് കിട്ടുന്നത്, ആടിന്റെ തോല് കിട്ടുന്നത്. ഭയങ്കര പ്രശ്നമായി. അവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇറങ്ങി. അവിടുത്തെ ആളുകൾക്ക് ഒരു നേരം തിന്നാൻ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ദൈവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് അതൊക്കെ മറക്കും. തങ്ങളെ കുട്ടികൾ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, പോഷകാഹാരം കിട്ടുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നുണ്ടോ, ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർക്ക് ആകെ അവരുടെ ക്ഷേത്രം, അവരുടെ അമ്പലം, അതെന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മുഴുവൻ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. മുസ്ലിങ്ങൾ അവിടെ നടക്കുന്നവർ മുഴുവൻ അവിടുത്തെ അമ്പലങ്ങൾ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ് എന്നാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള അത്ര മുസ്ലിങ്ങൾ പോലും പലയിടത്തും ഇല്ല. അത്ര കുറവാണ്. ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. ഇവിടെ എത്ര മുസ്ലിങ്ങളാണെന്നറിയാവോ? ഞാൻ തന്നെ എൻ്റെ വീട് തന്നെ നിൽക്കുന്നത് 1, 2, 3, 4 മുസ്ലിം വീടുകളുടെ നടുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് കിടക്കുന്നത്. 4 അല്ല, 3 മുസ്ലിം വീടുകളുടെ നടുക്കാണ് എൻ്റെ വീട് കിടക്കുന്നത്. എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമുക്ക് വല്ല ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് ഈ പറയുന്ന 3 വീട്ടുകാരായിരിക്കും. ഒരു സംശയവും വേണ്ട, എനിക്കതിൽ 100% ഉറപ്പുണ്ട്. എന്നാൽ ഇങ്ങനെ മനുഷ്യന്മാരെ സ്നേഹിക്കാനും മനുഷ്യന്മാരായിട്ട് മറ്റുള്ളവരെ കാണാനുള്ള ഒരു ചിന്താഗതി ഒന്നും അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മുസ്ലിങ്ങൾ മുഴുവൻ വെറുക്കപ്പെട്ടവരാണ്, അവർ നമ്മുടെ അമ്പലം തകർക്കാൻ വരുന്നവരാണ് എന്നാണ് അവർ മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടുത്തെ ഹിന്ദുത്വ ഗംഭീര പ്രൊട്ടസ്റ്റ് നടന്നു. ആ ഭാഗത്ത് ഏത് നിമിഷവും ഒരു കലാപം നടക്കും, അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ കൊല്ലപ്പെടുമെന്ന് പറയുന്ന അവസ്ഥ വന്നു. പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വളരെ കാര്യക്ഷമമായിട്ട് പോലീസ് അവിടെ പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരം ദാറ്റ്സ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ഇൻവെസ്റ്റിഗേഷന് ശേഷം മനസ്സിലായത് 2 പേരെയാണ് പോലീസുകാർ പിടിച്ചത്. ഒരാളുടെ പേര് ലോകേഷ്, ഒരാളുടെ പേര് ഹേമന്ത്. കൃത്യമായിട്ട് കേൾക്കണേ, ഒരാളുടെ പേര് ലോകേഷ്, ഒരാളുടെ പേര് ഹേമന്ത്. 2 പേരും ഹിന്ദുക്കളാണ്. മനഃപൂർവ്വം അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് ആ ഒരു മാംസം അല്ലെങ്കിൽ ആ ആടിന്റെ തോല് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. നോക്കൂ,
എത്ര വൃത്തിയായിട്ടാണ് അവിടുത്തെ സംഘപരിവാരുകാര് ആ ഒരു നാട്ടിനെ ഒരു കലാപകലുഷിത പ്രദേശമാക്കി മാറ്റാനും ഹിന്ദുക്കളെ കാര്യം മാത്രം, മുസ്ലിങ്ങളെ കാര്യം മാത്രം നോക്കി നടക്കുക എന്നീ പറയുന്നൊരവസ്ഥയിലേക്ക് ആളുകളെ മാറ്റിയതെന്ന് നോക്കൂ. ഇനി ഇതില് ആ രണ്ടാളുകളുടെ ഫോട്ടോ അതിന്റെ പുറകിലെങ്ങാനുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അത് എന്നെ ഞെട്ടിച്ചതാണ്. കണ്ടുനോക്കൂ. और वो 2 चाहिए किंग जो ये वाला ഇവൻ ആരെന്ന് എനിക്കറിയില്ല. നിങ്ങളെ കാണുന്നത് അൺടച്ചബിലിറ്റി. ദിസ് ഈസ് കോൾഡ് അൺടച്ചബിലിറ്റി. ഒരുപക്ഷെ ഇത് കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എന്താണ് ഈ അൺടച്ചബിലിറ്റി എന്നുള്ള സംഗതി? കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അത്തരം ആളുകളോട് പറയുന്നത് വേണമെങ്കിൽ കണ്ടോളൂ. ഇതിന്റെ പേരാണ് അൺടച്ചബിലിറ്റി. കണ്ടില്ലേ? അവൻ വാങ്ങിക്കുന്ന ഒരു സിഗരറ്റാണ്. സിഗരറ്റ് അയാൾ നിലത്താണ് വെച്ചു കൊടുക്കുന്നത്. അവൻ നിലത്തുനിന്ന് ആ ഒരു സിഗരറ്റ് എടുക്കുന്നു. പൈസ അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾ വാങ്ങിക്കുന്നില്ല. നിലത്ത് വെക്കാൻ പറയുന്നു, നിലത്ത് വെക്കുന്നു. അപ്പോൾ അയാൾ അത് എടുത്തു കൊണ്ടുപോകുന്നു. രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ വെൽ ഡ്രസ്സറാണ്. അയാളൊരു ഷോപ്പ് കീപ്പറാണ്, ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ഇവനൊരു യാത്രക്കാരനാണ്. അവിടെ തൊട്ടുകൂടായ്മ അത്ര അധികം ഭീകരമാണ്. ഒരുപക്ഷെ അയാൾ ഇവനെ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ന നിലയ്ക്കായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അവിടെ തൊടാതെ ആ സംഗതി വാങ്ങിക്കുന്നതും മറ്റും നടക്കുന്നത്. പക്ഷേ പൈസ നിലത്ത് വെച്ച ഇവരെ അഭിപ്രായത്തിൽ അശുദ്ധി മാറിയെന്നാണ്. അപ്പോൾ അവരത് എടുത്തു കൊണ്ടുപോകും, അകത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കി കൊടുക്കും. പക്ഷേ നേരിട്ട് കയ്യിലേക്ക് കൊടുക്കില്ല. നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ നേരിട്ട് കയ്യിലേക്ക് കിട്ടാത്ത പല സംഗതികളും നിങ്ങൾക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില ആളുകൾക്കെങ്കിലും അത് ഓർമ്മ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഓർമ്മ ഉണ്ടായിരിക്കും. ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾക്കൊക്കെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ. ദളിതർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾക്കാണ് അത് കൂടുതൽ ഫെൽറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നായിരിക്കും കേട്ടോ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഇന്ത്യ. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സംഗതി എത്ര വൃത്തിയായിട്ടാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇനിയും ഷാഫി പറമ്പിലിനെ പോലെ ആളുകൾ ഇങ്ങനെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ സംഘികൾ കയറി ഭരണം തുടങ്ങിക്കഴിഞ്ഞു. സംഘികളൊക്കെ നട്ടലോട് കൂടിയിട്ട് പല കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. വി.ഡി. സതീശ മേനോൻ ഗവൺമെൻറ് വന്നതിൻ്റെ ഒരു ഗുണമാണത്. ആ ഗുണം നമ്മളെല്ലാവരും വളരെ പതുക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൊക്കെ ആയിരിക്കും. കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ട് അടിമപ്പണി ചെയ്യും സംഘപരിവാറിന് വേണ്ടിയിട്ട് വി.ഡി. സതീശ മേനോൻ ഗവൺമെൻറ് എന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു റബ്ബർ ബോർഡിലെങ്ങാണ്ട് ഒരു BJP-കാരനെയാണ് നിയമിച്ചിരിക്കുന്നത്. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇനിയൊന്നും വേണ്ട, അയോധ്യ എന്ന് പറയുന്ന ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാലരാമൻ, ഒരു കുട്ടി രാമൻ അങ്ങോട്ടേക്കാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ അയോധ്യയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി അവിടെ നടന്നിരിക്കുന്നു. അയോധ്യ വിഷയത്തിൽ, അയോധ്യ രാമക്ഷേത്രത്തിലാണ് ഈ പറയുന്നത് നടന്നിരിക്കുന്നത്. അവിടുത്തെ തന്നെ ഒരു കൂട്ടായ്മയായിട്ടുള്ള, സന്യാസി കൂട്ടായ്മയായിട്ടുള്ള നിർമോഹി അകാര, ഞാനല്ല, നിർമോഹി അകാര പറഞ്ഞിരിക്കുന്നത് 1400 കോടി രൂപയ്ക്ക് മുകളിൽ, 1400 കോടി രൂപയ്ക്ക് മുകളിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് ആര് നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയമുണ്ട്. 2 പേരെയാണ് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന് ഈ അകാരമാർ പറയുന്ന 2 പേരെയാണ്. ഒന്ന് VHP, ഒന്ന് സംഘപരിവാരങ്ങൾ. ഈ 2 പേരും അവിടെയുള്ള കാണിക്ക വഞ്ചിയിൽ കൈയിട്ട് വാരിയിട്ട് 1400 കോടി രൂപയാണ്. അവിടെ നേരിട്ടിടെ ഈ പണം എണ്ണുന്നതും മറ്റൊക്കെ SBI ആണ്. പക്ഷെ SBI ഉദ്യോഗസ്ഥരല്ല, അവർ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അയാൾ വഴിയാണ് ഈ ഒരു സംഗതിയെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അടിച്ചുമാറ്റലാണ്. ഇതിനെതിരെ ഇപ്പോൾ അവസാനം രക്ഷയില്ലാതെ അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലും ഭൂമി തട്ടിപ്പ് കേസും ഈ അന്വേഷണ പരിധിയിൽ പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഗത്യന്തരമില്ലാതെ അവസാന അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യോഗി. പക്ഷേ അന്വേഷണം ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.
അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാഫി പറമ്പിലെ പോലെ ആളുകളെല്ലാം ഗുരുവായൂർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്. എന്തു ചെയ്യും നമ്മൾ ഇവന്മാരെ? ബൈ.